ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന മുഖ്യമന്ത്രി VD സതീശൻ. സിൽവർ ലൈൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന മുഖ്യമന്ത്രി. PSC കാലാവധി നീട്ടി. 16ാം നിയമസഭയിലേക്കുള്ള MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. G. സുധാകരൻ പ്രോടേം സ്പീക്കർ. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ജൂൺ 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തി കളക്ടർ. ചേലക്കര തോന്നൂക്കരയിലും കൊമ്പഴ രാമൻചിറയിലും കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം കാസർകോട് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്നും മുഖ്യമന്ത്രി. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കി. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശയും സമർപ്പിക്കുമെന്നും മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. വിഷൻ 2031 നടപ്പിലാക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. പത്മ പുരസ്കാരം ശുപാർശ സമർപ്പിക്കാൻ സമിതി നിർമ്മിക്കും. സിൽവർ ലൈനിന് പകരം സ്പീഡ് കോറിഡോർ, അതിവേഗ ഇടനാഴി എന്നിവയും പരിഗണനയിലുണ്ട്. പ്രായോഗികം അല്ലാത്തതുകൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചെന്നും UDF സബ് കമ്മിറ്റി പഠിച്ച് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും സതീശൻ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടും. PSC-യുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSC-യോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വകുപ്പുകൾക്ക് വിഭജിച്ച് നൽകി. വന്ദേമാതരം മുഴുവൻ പാടിയത് ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. സംഘടിപ്പിച്ചത് രാജ്ഭവനാണ്. വേദിയിൽ വെച്ചാണ് ഇത് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി മുതിർന്ന നിയമസഭാംഗം G. സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 16ാം നിയമസഭയിലെ ആദ്യ അംഗമായാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. വ്യാഴാഴ്ച നടക്കുന്ന MLA-മാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ G. സുധാകരന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ അദ്ദേഹം സഭയെ നിയന്ത്രിക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും വിജയിപ്പിക്കാനാണ് UDF നീക്കം. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം.
ജൂൺ 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. പാൽ വില കൂട്ടി കർഷകരെ സഹായിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പായതിനാൽ വിലവർധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. മിൽമയുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് പാൽ വില കൂട്ടാനുള്ള അനുമതി നൽകിയത്. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അടുത്ത ആഴ്ചയോടുകൂടി കാലവർഷം എത്തുന്നതിനാൽ അതിനു മുൻപ് ശുചീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തൃശൂർ നഗരപരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനിടയാക്കുന്ന വലിയ തോടുകളും കാനകളുമെല്ലാം ഇതിനോടകം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ ശുചീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വലിയ വെള്ളക്കെട്ടിനിടയാക്കുന്ന അയ്യന്തോൾ, കാഞ്ഞിരപ്പള്ളം, പഞ്ചിക്കൽ കനാൽ ഇത്തവണ നേരത്തെ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കിയിട്ടുണ്ട്. മെട്രോ തോടും ശക്തൻ നഗറിലെ വലിയ കനാലുകളും ഇതിനോടകം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. മുണ്ടുപാലം തോടിന്റെ ശുചീകരണം പുരോഗമിക്കുകയാണ്. അതേസമയം വെള്ളക്കെട്ട് ഏറെ രൂക്ഷമാകുന്ന ഉദയനഗർ, മൈലിപ്പാടം ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡ്, കിഴക്കുംപാട്ടുകര, കുറുപ്പാൾ തോട്, പല സ്ഥലങ്ങളിലെയും ചെറിയ കാനകൾ തുടങ്ങിയവയെല്ലാം ഇനിയും വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അതെല്ലാം അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ കാനകളും തോടുകളും വൃത്തിയാക്കുന്നുണ്ടെങ്കിലും നഗരത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകേണ്ട അയ്യന്തോൾ കുറിഞ്ഞായ്ക്കൽ ഭാഗത്തുള്ള KLDC കനാലിൽ കുളവാഴ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. KLDC കനാലിലെ ചണ്ടിയും കുളവാഴയും അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. KLDC കനാലിലെ തടസ്സങ്ങൾ നീക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. TCV തൃശൂർ. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കരുവന്നൂർ കമാൻഡ് മുഖത്തെ ഷട്ടർ നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തീകരിക്കുന്നതിന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ചേർപ്പ് ചേനം മേഖലയിലെ കുളവാഴ ചണ്ടി നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ചേലക്കര തോന്നൂക്കരയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂക്കര, മാട്ടിങ്ങൽ, കേശവൻ, ശാന്ത എന്നിവരുടെ പറമ്പുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള നിരവധി കാർഷിക വിളകൾ കാട്ടാന പൂർണ്ണമായും പിഴുതെറിയുകയും നശിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർ നന്ദകുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം OS സജി, രമേശ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ വാണിയമ്പാറ, കൊമ്പഴ, കിഴക്കേ രാമഞ്ചിറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു. ദേശീയപാതയോരത്തെ പറമ്പുകളിലാണ് ഒറ്റയാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഒറ്റയാൻ ഇറങ്ങി പ്രദേശത്തെ കവുങ്ങും പ്ലാവുകളും നശിപ്പിച്ചു. പെരിഞ്ചേരി റജിയുടെ പ്ലാവിൽ നിന്ന് ചക്ക ഭക്ഷിച്ചാണ് കാട്ടാന മടങ്ങിയത്. കുതിരാൻ തുരങ്കപാതയ്ക്ക് സമീപം പീച്ചി റിസർവോയറിന് കുറുകെയുള്ള പാലത്തിന് താഴ്ഭാഗത്തുകൂടിയാണ് കാട്ടാന ജനവാസ മേഖലയ്ക്ക് കടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസമായി ഒരു ആന രാത്രി സമയത്ത് 3 ദിവസം മുമ്പും ഇതേമാതിരി വന്നിരുന്നു. ഇന്നലെയും വന്നിരുന്നു. ഇന്നലെ വെളുപ്പിനെ 2:30 വരികയും ഇവിടെ ഉണ്ടായിരുന്ന വാഴകളൊക്കെ നശിപ്പിക്കുകയും ഒരു 2-3 പ്ലാവിലെ ചക്കകൾ ഇടുകയും അതെല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള നാട്ടുകാർ ഭയങ്കര ഭീതിയിലാണ്. അവർക്ക് നാളെ മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ എന്തെങ്കിലും കേടുപാട് സംഭവിക്കുന്നതിന് മുമ്പ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. തുടർച്ചയായി 4ാം ദിവസവും രാത്രി ഇറങ്ങുന്ന ഒറ്റയാൻ മണിക്കൂറോളമാണ് പ്രദേശത്ത് തമ്പടിക്കുന്നത്. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ. കുന്നംകുളം നഗരസഭാ ടൗൺ ഹാളിന് മുന്നിലെ ഇടുങ്ങിയ റോഡാണ് പൂർണ്ണമായും തകർന്ന് ചളിക്കുളമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും വെള്ളക്കെട്ടുണ്ടായതും. ഇതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റു പ്രധാന ഭാഗങ്ങളിലേക്കും ഇരുചക്രവാഹനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന പ്രധാന ലിങ്ക് റോഡാണിത്.
വലിയ വാഹനങ്ങളുടെ തിരക്കില്ലാതെ യാത്ര ചെയ്യാമെന്നതിനാൽ ഒട്ടനവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് പ്രതിദിനം ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ടൗൺ ഹാൾ പരിസരത്ത് സജീവമായ ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇടുങ്ങിയ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. ചെളി നിറഞ്ഞ റോഡിലൂടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കാതെ നടന്നു പോവുക എന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാണ്. അധികൃതർ എത്രയും വേഗം റോഡ് എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് ശല്യവും പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. TCV കുന്നംകുളം. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ടിപ്പർ ലോറിയും സ്കൂട്ടറും ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി കോട്ടപ്പുറം സ്വദേശി രാജനാണ് പരിക്കേറ്റത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ ഷാപ്പിന് സമീപമുള്ള വളവിലാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ടോറസ് ലോറിയെ സ്കൂട്ടർ കടക്കുന്നതിനിടയിൽ സ്കൂട്ടറിൽ ലോറി ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ മറികടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെന്ന് ടോറസ് ലോറി ഡ്രൈവർ പറയുന്നു. ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനും 15 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ നിരങ്ങി നീങ്ങിയാണ് നിന്നത്. രാജന്റെ ഒരു കാൽ ടോറസ് ലോറിയുടെ ചക്രം കയറി പൂർണ്ണമായും അറ്റുപോയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ രാജനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KN നാരായണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശകുന്തള സജീവ്, ജനറൽ സെക്രട്ടറി വിദ്യാ രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സൈക്കിളിൽ ട്യൂഷന് പോകുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. കോടാലി മുരുക്കുങ്ങൽ പുത്തനുളി ഒലവക്കോടൻ മുസമ്മിൽ അഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുസാഫിറാണ് മരിച്ചത്. കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത കുറുമാലിയിൽ കാറിടിച്ച് വയോധികൻ മരിച്ചു. കുറുമാലി സ്വദേശി കൂത്തൊടിയിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ആളൂരിലുള്ള പറമ്പിലേക്ക് പോകാൻ ബസ് കയറാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് ഇടിച്ചത്. റോഡിലേക്ക് തെറിച്ചുവീണ ജോസഫിനെ അതേ കാറിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാചകവാതകം ഇന്ധന വിലവർധനയ്ക്കെതിരെ പുതുക്കാട് വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KK ജനീഷ് അധ്യക്ഷത വഹിച്ചു. NR ജോഷി, നൈസൺ മാത്യു, വാർഡ് മെമ്പർ ജോളി ചുക്കിരി, പ്രസീദ C മേനോൻ എന്നിവർ സംസാരിച്ചു. 1 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ലാലൂരിലെ ഗ്യാസ് ക്രിമറ്റോറിയം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പ്രവർത്തനം പുനരാരംഭിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ക്രിമറ്റോറിയം തുറന്നു നൽകി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TR സന്തോഷ്, ഷീന ചന്ദ്രൻ, ജേക്കബ് പുലിക്കോട്ടിൽ, കരോളിൻ ജോഷ്വ, ഡിവിഷൻ കൌൺസിലർ ലാലി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. 20 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് വാതക ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. ഒരേ സമയം 2 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനാണ് ഇവിടെ സൗകര്യമുള്ളത്. പ്രതിദിനം 8 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കാനാകും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ക്രിമറ്റോറിയം പ്രവർത്തിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 10ാമത് സംസ്ഥാന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഭോപ്പാൽ സെന്റ് പോൾ പ്രൊവിൻസ് സോഷ്യൽ വർക്ക് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിലർ ഫാദർ തോബത്ത് ഷിറയത്ത് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കിരിയന്തൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം KR സാംബശിവൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ PA ഹസൻ, സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P ശശിധരൻ നായർ, ജില്ലാ പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്തു. ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ഇൻഡിവിജ്വൽ മെഡ്ലി, മിക്സഡ് വിഭാഗങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നായി 54 ഭിന്നശേഷിക്കാരായ പ്രതിഭകളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ അന്താരാഷ്ട്ര താരം മുഹമ്മദ് ആസിം ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. പ്രോത്സാഹനം കൊടുക്കുക, കൈയടിച്ചുകൊണ്ട് വേഗം 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 വേഗം. ഇടവേള.
drizzle of Raiko there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. വേലൂർ തയ്യൂരിൽ റോഡ് പണിയുടെ ഭാഗമായി നിർമ്മിച്ച നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു. നിർമ്മാണം കഴിഞ്ഞ് ആദ്യ മഴയിൽ തന്നെ ഭിത്തി തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാരോപിച്ച് പഞ്ചായത്ത് മെമ്പർ അൻസാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. റീടാറിംഗ് നടത്തിയ വേലൂർ റോഡിന്റെ പല ഭാഗങ്ങളിലും അപാകതയുണ്ടെന്ന പരാതി നിലനിൽക്കെയാണ് റോഡരികിലെ നീർച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നു വീണത്. പൊതുമരാമത്ത് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പുനർനിർമ്മിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പർ അൻസാർ പറയുന്നു. നിർമ്മാണ പ്രവൃത്തിയിൽ ബാക്കി വന്ന കല്ലുകൾ കൂട്ടിയിട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ അപാകതകൾ മറച്ചുവെച്ച് കരാറുകാരനെ സംരക്ഷിക്കുന്നതിനാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും അൻസാർ ആരോപിച്ചു. ഇവിടെ ഇന്നലെ ഒരു മഴയത്ത് ഈ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്, കല്ലും മറ്റു സാധനങ്ങളും ഈ കാനയിലേക്ക് വീണിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ സഹിതം വിത്ത് പരാതിയായിട്ട് ഇന്നലെ എയിനെ പോയി കാണുകയും എയിനല്ല ഓവർസിയറെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഈ കല്ല് ഇതിന്റെ പണിയോടനുബന്ധിച്ച് ബാലൻസ് വന്നിട്ടുള്ള കല്ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു ടേണിംഗ് ആണ്. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വലിയ ഭാരപ്പെട്ട വാഹനങ്ങൾ പോകും, സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യും. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയൊരു ഭീഷണി തന്നെയാണ് ഈ ഒരു സൈഡ് കെട്ടല്. കയ്യൂർ സ്കൂളിന് സമീപം അപകടകരമായ വളവുള്ള പ്രദേശത്താണ് വെള്ളച്ചാലിന്റെ കരിങ്കൽ ഭിത്തി തകർന്നത്. ഇത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അജിത് ആനക്കാക്കിൽ, രഞ്ജിത്ത്, ഷഫീർ, സനൽകുമാർ, നവനീത്, ജിൽഷാദ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി. കയ്പമംഗലം പഞ്ചായത്തിലെ 22-ാം വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിൽ നൽകിയ വാഗ്ദാനം പാലിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊഴിലാളികളോട് ഷാഹിർ വിജയിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രഖ്യാപിച്ച വാഗ്ദാനമാണ് യാഥാർത്ഥ്യമായത്. വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ താളൂപ്പാടം അംഗനവാടിയിൽ നിന്ന് 41 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി വർക്കർ TR ലിസിക്ക് നാട്ടുകാർ ചേർന്ന് യാത്രയയപ്പ് നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൂർജഹാൻ നവാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, മുൻ പഞ്ചായത്ത് അംഗം ലൈല ബഷീർ, അംഗനവാടി ഹെൽപ്പർ പ്രിയ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവവും സമാപിച്ചു. 108 പേരുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെയാണ് ഭാഗവത സപ്താഹത്തിന് തുടക്കം കുറിച്ചത്. സ്വാമി കൃഷ്ണാനന്ദ സ്വാമിയുടെ മുഖമുഖ്യ ആചാര്യനായി നടത്തപ്പെട്ട ഭാഗവത സപ്താഹത്തിന്റെ സമാപന ദിവസം 3 കുടുംബങ്ങൾക്ക് ചികിത്സാ ധനസഹായം നൽകി. പ്രതിഷ്ഠാ ദിനത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പ്രസിഡന്റ് പ്രഭാകരൻ പ്രണവം, സെക്രട്ടറി സദാനന്ദൻ താമരശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഓട്ടുപാറ ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക്കിന്റെ സഹായത്തോടെ സെൻട്രൽ ലയൺസ് ക്ലബ്, SNDP, വനിതാ സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ സർവിക്കൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA സേവ്യർ ചുറ്റലപ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KA ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. R ചിത്രലേഖ, CR ഇന്ദിരാദേവി, സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ, ക്ലബ് സെക്രട്ടറി K മണികണ്ഠൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും വാർഷികം ആഘോഷിച്ചു. വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പതാക ഉയർത്തി. PN ഗോകുലൻ, PS അബ്ദുൽ സലാം, KA മുഹമ്മദ്, CA ഷംസുദ്ദീൻ, CA ശങ്കരൻകുട്ടി, ആലിസ് ഇബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല HP പെട്രോൾ പമ്പിന് സമീപം റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയയാളെ തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ 14-നാണ് വയോധികൻ മരിച്ചത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർ പഴയന്നൂർ പോലീസ് സ്റ്റേഷനുമായോ തൃശൂർ മെഡിക്കൽ കോളേജുമായോ ബന്ധപ്പെടേണ്ടതാണ്.
കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ടൗൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഹോട്ടൽ മംഗള ടവറിൽ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.വി. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി.ടി. ജോർജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ലാജു ലാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ എ.ആർ. രഘു, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, കൌൺസിലർ പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുറനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിൽ യോഗ ഉൾപ്പെടെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി അധികൃതർ അറിയിച്ചു. യോഗ മുഖ്യ വിഷയമാക്കി കേരളത്തിൽ ആദ്യമായി ബി.എസ്.സി യോഗ, ഡിപ്ലോമ, PG ഡിപ്ലോമ, MSc എന്നീ കോഴ്സുകൾ പ്ലേസ്മെന്റ് സൗകര്യത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. പരമ്പരാഗത സംസ്കൃത പഠനത്തോടൊപ്പം ആധുനിക വിഷയങ്ങളും കോർത്തിണക്കിയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇത്തവണ സർവകലാശാലയിൽ ആരംഭിക്കും. സംസ്കൃത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ കെ ഷൈൻ, പ്രൊഫസർ കെ വിശ്വനാഥ്, യോഗ ഫാക്കൽറ്റി PV ധനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അറബി ഭാഷാ പ്രചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ പൈതൃക സംരക്ഷണ പ്രാദേശിക സഞ്ചാരം നടത്തി. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രാദേശിക സഞ്ചാരം സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ പ്രധാന അധ്യാപകൻ റോബിൻ CF സഞ്ചാര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂന്നേറിൽ നടന്ന പൈതൃക സംരക്ഷണ സെമിനാർ കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം സഫീറ അസീസ് ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റൈജു, രക്ഷിതാക്കളായ ആർക്കാസ്, മുഹസീന, സൈന, ഷംന ഷമീർ എന്നിവർ സംസാരിച്ചു. പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങളായ കണ്ടാണശ്ശേരിയിലെ മുനിയറ, സാഹിത്യകാരൻ കോവിലിന്റെ ഭവനം, കുടീരം, കുടക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളാണ് സഞ്ചാര പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,515 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 1,16,120 രൂപയുമായി. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായി VKG ഗ്രൂപ്പിലെ VG സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തു. നിലവിലെ പ്രസിഡന്റ് AJ വർഗീസും VG സെബാസ്റ്റ്യനും തമ്മിലായിരുന്നു മത്സരം. 323 വോട്ടർമാരിൽ 233 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. VG സെബാസ്റ്റ്യന് 164 വോട്ടും AJ വർഗീസിന് 68 വോട്ടും ലഭിച്ചു. 1 വോട്ട് അസാധുവായി. 96 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VG സെബാസ്റ്റ്യൻ വിജയിച്ചത്. സെക്രട്ടറിയായി ജാക്സൺ തോമസിനെയും ട്രഷററായി ജിൻ വർഗീസിനെയും തെരഞ്ഞെടുത്തു. അസോസിയേഷൻ വാർഷികാഘോഷം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി CL റാഫേൽ, ഭാരവാഹികളായ ലൂക്കോസ് കൂട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. മോഷണം നടന്ന കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലുദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുരയോട് ചേർന്ന് ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിരുന്ന ഉരുളികൾ, ഇളന്തുരുത്തി പല്ലുദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിളക്കുകളുമാണ് മോഷണം പോയത്. ഒല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൂവത്തൂർ ശ്രീദുർഗ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടന്നു. പെരിങ്ങാട് അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് VV സുവിൻ അധ്യക്ഷത വഹിച്ചു. സമിതി ഭാരവാഹികളായ PK ഷാജി, ബാഹുലേയൻ, V ശ്രീജിത്ത്, NR സരീഷ്, PA സുരേഷ്, CK ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഗോവയിലെ മഡ്ഗാവിൽ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി പാവറട്ടി സ്വദേശി റഹ്ന റഷീദ് ഇരട്ട സ്വർണം നേടി. ഇടത് വലത് കൈ വിഭാഗങ്ങളിലാണ് റഹ്ന റഷീദ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. എഴുത്തുകാരനും കവിയുമായ പാവറട്ടി സ്വദേശി റഷീദ് K മുഹമ്മദിന്റെ ഭാര്യയാണ് റഹ്ന. ഖത്തറിൽ ജോലി ചെയ്യുന്ന റഹ്ന ഈ വർഷം നടന്ന ചാമ്പ്യൻഷിപ്പിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. മക്കളായ അദ്നാൻ ബിൻ അബ്ദുൾ റഷീദും അഫ്നാൻ ബിൻ അബ്ദുൾ റഷീദും ദേശീയ പഞ്ചഗുസ്തി താരങ്ങളാണ്. കൊരട്ടിയിലെ ചായക്കടയിൽ ചായ ഒന്നിന് 10 രൂപ മാത്രം. ഇത് പാചകവാതകത്തെ അകറ്റി നിർത്തുന്ന സുനിൽ എന്ന കച്ചവടക്കാരന്റെ തന്ത്രം. പാചകവാതകത്തിന് വിലയേറി വരുന്നു, കിട്ടാനും എളുപ്പമല്ല. എന്നാലും ആളുകൾക്ക് ന്യായവിലയ്ക്ക് ചായ കൊടുക്കണമല്ലോ. ഇതിന് കൊരട്ടിയിലെ ചായക്കടക്കാരൻ സുനിൽ കണ്ടെത്തിയ ഉപായമാണ് ഈർച്ചപ്പൊടി അടുപ്പിൽ സാധനങ്ങൾ തയ്യാറാക്കൽ. കുറഞ്ഞ ചെലവിലെ പാചകമായതിനാൽ കൊരട്ടി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടരികിലെ സുനിലിന്റെ കടയിൽ ചായ 10 രൂപയ്ക്ക് വിൽക്കാനാകുന്നു. നാടൻ കടയിലെ ഒന്നാന്തരം ചായയുടെ രുചി നുണയാൻ നിരവധി നാട്ടുകാർ സ്ഥിരമായി എത്തുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് മരക്കമ്പനിയിൽ നിന്ന് ഈർച്ചപ്പൊടിയും പച്ചക്കറിക്കടകളിലെ തക്കാളിപ്പെട്ടികളുമാണ് ഇന്ധനത്തിന് പകരമുള്ള വസ്തുക്കൾ.
ഈയിടെ സംഘടിപ്പിച്ച തകരയെടുപ്പിൽ പൊടി നിറയ്ക്കലും കത്തിക്കലുമെല്ലാം 56-കാരനായ സുനിൽ തന്നെ ചെയ്യും. കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ ചെയ്തിരുന്ന അറക്കപ്പൊടി അടുപ്പ് ഉപയോഗമാണ് ആധുനിക കാലഘട്ടത്തിലും ഇയാളുടെ ആവർത്തനം. സമോവറിന് മാത്രമല്ല, പാല് തിളപ്പിക്കുന്നതിനും ഇത്തരത്തിൽ മറ്റൊരടുപ്പുമുണ്ട്. എൻ്റെ അച്ഛനായിട്ടുള്ള കടയാണ്. അച്ഛനായിട്ട് ഒരു 50-55 വർഷം പഴക്കമുണ്ട്. ഞാനായിട്ടൊരു 37-38 കൊല്ലമായി. നമ്മൾ അറക്കപ്പൊടി അടുപ്പിൽ ചായ കൊടുക്കണമെങ്കിൽ 10 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഗ്യാസിനെ അപേക്ഷിച്ച് ഗ്യാസിൻ്റെ പിന്നാലെ ഓടി കിടക്കണ്ട. ഗ്യാസ് കിട്ടണമെങ്കിൽ അവിടെ പോയി ഈ ഗൂഗിളിലൊക്കെ എന്താണ്ടൊക്കെ ചെയ്യണം. ഭാര്യ ഷീബയാണ് സഹായി. ചായയ്ക്ക് പുറമെ നാടൻ പച്ചക്കറി വിൽപ്പനയുമുണ്ട്. മധുര കോട്സിൽ തൊഴിലാളിയായിരുന്ന പിതാവ് കൊച്ചത്ത് ശങ്കരൻ 1970 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കൊച്ചു ചായക്കട. ഇളയ മക്കളായ അനിലും വിനോദും ഏറ്റെടുത്ത് നടത്തിയെങ്കിലും പിന്നീട് കച്ചവടം സുനിലിന്റെ ദൗത്യമായി. ഇപ്പോൾ 33 വർഷം പിന്നിടുകയാണ്. TCV ചാലക്കുടി. 10ാം ക്ലാസ് വിജയത്തിൽ ചേലക്കര ഗവൺമെന്റ് SAMT ഹൈസ്കൂളിൽ അപൂർവ വിദ്യാർത്ഥി സംഗമം. 5 ജോഡി ഇരട്ടകളും 3 സംഘവുമാണ് വിജയം ആഘോഷിക്കാനെത്തിയത്. നിരുപമ, നിരഞ്ജന, ദേവനന്ദ്, സാഗർ എന്നിവരാണ് ഒറ്റപ്രസവത്തിലെ 3 പേർ. മുഹമ്മദ് ജസീൽ, മുഹമ്മദ് ഷലീൽ, ഇർഫാൻ, റിസ്വാൻ, അബ്ദുൾ ഫഹദ്, അബ്ദുൾ അഹദ്, മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഹസൻ, R നവ്യജിത്ത്, R നവനീത് എന്നിവരാണ് ഇരട്ടക്കുട്ടികൾ. വ്യത്യസ്ത ഡിവിഷനിലായിരുന്നു പഠനമെങ്കിലും ഒത്തുകൂടൽ വേറിട്ടതായി. തൃശൂർ ജവഹർ ബാലഭവനിൽ KSFയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച വിനോദോപകരണങ്ങളുടെ ഉദ്ഘാടനം KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ നിർവഹിച്ചു. ക്യാമ്പ് കൺവീനർ ജോയ് വർഗീസ്, ജവഹർ ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീസ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഈന്തപ്പഴം ഉണ്ടാകുമെന്ന് തെളിയിച്ചതിന്റെ സന്തോഷത്തിലാണ് പോർക്കുളം മണലി ജിക്സനും കുടുംബവും. ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ജിക്സൺ 3 വർഷം മുൻപാണ് 6 വലിയ ഈന്തപ്പന തൈകൾ വീട്ടിൽ നട്ടത്. കൗതുകത്തിനായി നട്ട ഈന്തപ്പനകളാണ് ഇപ്പോൾ കുലച്ചത്. ഈന്തപ്പനയിലെ ഒന്നിൽ 15 കുലയോളം ഈന്തപ്പഴമുണ്ടായിട്ടുണ്ട്. പാവറട്ടി ഗ്രോ പ്ലാന്റേഷനിൽ നിന്നാണ് ഈന്തപ്പന തൈകൾ വാങ്ങിയത്. നമ്മുടെ വീടിന്റെ സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് അത്. ഇപ്പോൾ ഈ കൊല്ലം ഇത്രയധികം വിളവെടുപ്പതുമുണ്ടായി. ഒരു 3 വർഷം കഴിഞ്ഞു. ചന്ദ്രേട്ടനാണ് ഇത് മുഴുവൻ നോക്കുന്നത്. ഇതിൽ വളം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇപ്പോൾ ചെയ്തതെന്ന് മാത്രം. നാടൻ വളവും പേരിന് രാസവളവും ഇടാറുണ്ടെന്ന് ഇതിന്റെ പരിപാലന ചുമതലയുള്ള ചന്ദ്രൻ പറയുന്നു. ആട്ടുകാട്ടം, പിന്നെ ചാണകപ്പൊടി, ലേശം ഇംഗ്ലീഷ് വളവും, പിന്നെ നനയ്ക്കും. വേനൽക്കാലത്ത് നനയ്ക്കും. വീട്ടിൽ തന്നെ പോഷക ഗുണമുള്ള ഈന്തപ്പഴം വിളയിച്ചെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് വീട്ടുകാർ. നമ്മൾ പുറത്തുനിന്ന് മേടിപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവണേ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ അതേ മധുരത്തിൽ തന്നെയാണ് ഈന്തപ്പഴം ഉണ്ടായിരിക്കുന്നത്. സന്തോഷത്തിനോട് കൂടിയിട്ട് ഒരു അതിശയം കൂടിയിട്ടാണ് ഈ പാടശേഖരത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സൗധം, അതിനോടനുബന്ധിച്ച് ഈന്തപ്പന കൊലച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അതിന് വലിയൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പരമ്പരാഗതമായി മരുഭൂമി കാലാവസ്ഥയിൽ വളരുന്ന സസ്യമായിട്ടും വിളവുണ്ടായത് ഇത്തവണത്തെ കനത്ത ചൂട് കാരണമാണെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ ഉയർന്ന ഈർപ്പവും നീണ്ട മഴക്കാലവും കാരണം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ വിളവ് ലഭിക്കുക ബുദ്ധിമുട്ടെങ്കിലും അലങ്കാരത്തിനും ചെറിയ തോതിലുള്ള ഫലോൽപാദനത്തിനും വിജയകരമായി ഇവയെ വളർത്തിയാൽ എപ്പോഴും നിരാശപ്പെടേണ്ടി വരില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പോർക്കുളത്തെ ഈ കാഴ്ചകൾ. TCV ന്യൂസ്, കുന്നംകുളം. തിരുവില്ലാമല വഴിയരികിൽ നിന്ന് കിട്ടിയ പേഴ്സും രേഖകളും ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകി മാതൃകയായി. തിരുവില്ലാമലയിൽ വൃദ്ധസദനം നടത്തുന്ന മല്ലേശമംഗലം സ്വദേശി OP ഐസക്കിന്റെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. കൂലിപ്പണിക്കാരനായ മല്ലേശമംഗലം കോട്ടാട്ടുകുന്ന് ഗോപാലിനാണ് 5000 രൂപയടങ്ങിയ പേഴ്സ് കളഞ്ഞു കിട്ടിയത്. പേഴ്സ് പൊതുപ്രവർത്തകനായ ഹരിയെ ഏൽപ്പിക്കുകയായിരുന്നു. രേഖകൾ പ്രകാരം ഉടമയെ കണ്ടെത്തുകയും വിളിച്ചുവരുത്തി കൈമാറുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,515 രൂപ, പവന് 1,16,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന മുഖ്യമന്ത്രി VD സതീശൻ. സിൽവർ ലൈൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന മുഖ്യമന്ത്രി. PSC കാലാവധി നീട്ടി. പതിനാറാം നിയമസഭയിലേക്കുള്ള MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. G. സുധാകരൻ പ്രോടേം സ്പീക്കർ. സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ജൂൺ 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തി കളക്ടർ. ചേലക്കര തോന്നൂക്കരയിലും കൊമ്പഴ രാമൻചിറയിലും കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.